എത്ര നാളത്തേക്കെന്ന് എപ്പോഴും ചോദിച്ചിട്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണമെന്ന് തന്നെയാണ് അധികം വൈകി. ഞാൻ ഇറങ്ങി തപ്പിയാലേ ആ പുളിക്കനെ കണ്ടെത്താൻ അതാ പറഞ്ഞത്. ഞാൻ ശ്രമിച്ചോളാം. പറഞ്ഞില്ലേ നമുക്ക് വഴി ഉണ്ടാക്കാം. ഇങ്ങനെ വഴി ഉണ്ടാക്കാം. ആരാന്ന് നീ എന്തിനാ മുറി കയറിയത്? ഇറങ്ങി പോ നോക്ക്. ഇതിനകത്തൊന്നൊരു സംസാരം ഞാൻ കേട്ടു. അതിനുത്തരം വേദിച്ച് പറഞ്ഞ ഞാൻ പോകാം. ഇതിനകത്ത് ആരും സംസാരിച്ചില്ലല്ലോ. ഓ ഇനി ഫോണില് മതി. ഫോണില് സ്പീക്കർ ഇട്ട് സംസാരിക്കായിരുന്നു എന്നല്ലേ പറയാൻ വരുന്നത്. ദീപ്തി നീ പറയുന്നതൊന്ന് കേൾക്ക്. സത്യം അറിയാതെ ഞാൻ പോവില്ല. ശരി നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് ഒരു കാര്യം നീ മനസ്സിലാക്കണം. വരുണിന്റെ മരണത്തിന് കാരണക്കാരൻ വിക്രമല്ല. വിക്രം ആ സമയത്ത് കൂട്ടുകാരോടൊപ്പം ക്ലബിലായിരുന്നു. മിണ്ടരുത്. ദീപ്തി ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. ശ്രീനിവാസനോടൊപ്പം നടക്കുന്ന ഷാജു പുളിക്കൻ എന്ന ആള് മറ്റാർക്കോ വേണ്ടി ഏർപ്പാടാക്കിയതാണ്. അതിനുശേഷം ആ പുളിക്കൻ മുങ്ങി. വാസവൻ പോലീസിൽ വിക്രമിനെതിരെ പരാതി കൊടുത്തു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ വിക്രം ഒളിവിൽ പോയി. ആ ഒളിസ്ഥലം കണ്ടുപിടിച്ച് വാസവൻ വിക്രമിനെ കൊല്ലാൻ ശ്രമിച്ചു. അതറിഞ്ഞ ഞാൻ വിക്രമിനെ എന്റെ കൂട്ടുകാരി ഇഷിതയുടെ അടുത്ത് എത്തിച്ചു. ആ വെടിയുണ്ട എടുത്തു മാറ്റി സ്റ്റിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇങ്ങോട്ട് തന്നെ. വിക്രം ഒരിക്കൽ ഞാനത് നിന്നോട് പറയണോന്ന് വിചാരിച്ചതാ. പക്ഷെ നീ വിക്രമിനെയാണ് സംശയിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ വേണ്ടെന്ന് വെച്ചതാ. വേദശി ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാനിത് വിശ്വസിക്കണമെന്നാണോ? വേണ്ട. പകരം നീ ചെന്ന് അച്ഛനോട് വിക്രം ഇവിടെ ഉണ്ടെന്ന് പറ. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് വിക്രമിനെ ജയിലിലടക്കി. പക്ഷെ അതോടെ നമ്മുടെ അച്ഛന്റെ വില എന്താവും അറിയാലോ. പോലീസ് റെക്കോർഡ്സിൽ കൊലപാതകയായ ഒരാളെ സംരക്ഷിച്ചത് നമ്മുടെ അച്ഛനാണെന്നാവും എഴുതി ചേർക്ക്. ജീവിതകാലം മുഴുവൻ ആ പേര് പോവില്ല. മാത്രമല്ല വരുണിനെ ഇല്ലാതാക്കി യഥാർത്ഥ പ്രതി പുറത്ത് നിന്നെ നോക്കി ചിരിച്ചു നടക്കുകയും ചെയ്യും. ഇപ്പൊ നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്. യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ ഞങ്ങളെ ഒന്ന് സഹായിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ദീപ്തി ഇത് ഞാൻ ചെയ്തിട്ടില്ല. ജയിലിൽ പോകാനുള്ള പേടിയൊന്നുമല്ല. ചെയ്തതാരാണെന്ന് തെളിയിക്കണമെന്ന് മനസ്സ് പറയുന്നതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ ദീപ്തി ചെയ്യാമെങ്കിൽ 7 ദിവസം കൊണ്ട് നമുക്ക് ഈ കേസ് തെളിയിക്കാം. ഞാൻ എന്താ ചെയ്യണ്ടേ? മോളെ സാറാകത്തുണ്ട്. മോളകത്തേക്കല്ലേ? സാറേ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. അച്ഛാ മോളെ വാ. മോളെ രേണുക ഇവിടെ ഇല്ല. അവള് വീട്ടിൽ പോയി. ഈ വീട്ടിൽ അവന്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കാൻ അവൾക്ക് പറ്റുന്നില്ലെന്ന്. മാറി നിന്നിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. വിളിക്കുമ്പോഴൊക്കെ കരയാനേ അവൾക്ക് നേരമുള്ളൂ. അവളെ ഞാൻ വിവാഹം കഴിക്കുമ്പോ വരുണിന് 5-6 വയസ്സ് കാണും. അമ്മയെന്ന് അവൻ അവളെ ആദ്യം വിളിച്ചില്ല. അവൾ സംസാരിക്കുന്നതും അടുത്തു ചെല്ലുന്നതും ഇഷ്ടമല്ലായിരുന്നു. ആദ്യത്തെ 3 വർഷക്കാലം അവൻ അവളോട് മിണ്ടിയതുപോലുമില്ല. പക്ഷെ അവൾ അവനോട് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അവൻ ആന്റി എന്നാണ് ആദ്യം വിളിച്ചു തുടങ്ങിയത്. അമ്മയുടെ സ്ഥാനത്ത് അവളെ കാണാൻ അവന് മടിയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞൊരിക്കല് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് ഹാപ്പി ആനിവേഴ്സറി അച്ഛൻ അമ്മ എന്നെഴുതിയൊരു കേക്ക് അവൻ വാങ്ങിക്കൊണ്ടുവന്നു. അവളെ ആദ്യമായി അവൻ അമ്മ എന്ന് വിളിച്ചത് അങ്ങനെയായിരുന്നു. ആ കേക്ക് മുറിച്ച് വായിൽ വെച്ച നിമിഷം അവള് പൊട്ടിക്കരഞ്ഞു. അന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ ആദ്യമായി അവളോട് സോറി പറഞ്ഞു. അത്രയും കാലം അമ്മയെ വേദനിപ്പിച്ചതിന് അവന്റെ പശ്ചാത്തലമായിരുന്നു ആ സോറി. അതിനുശേഷം അവൾക്ക് അവൻ സ്വന്തം മകൻ തന്നെയായിരുന്നു. പിന്നെ എപ്പോഴോ അവൻ കൈവിട്ടുപോയി. ഒരുപാട് തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു അച്ഛന് മകനെ തിരുത്താൻ അവകാശമില്ലെന്ന അവന്റെ യുക്തി. ആ യുക്തിക്ക് മുന്നിൽ ഞാൻ നിശബ്ദനായി. എന്നോടുള്ള വാശി തീർക്കാനെന്ന പോലെ അവൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിച്ചു. പക്ഷെ അവന്റെ തെറ്റുകൾ അവൾക്ക് വിശ്വസിക്കാൻ പാടായിരുന്നു. അവളുടെ മുന്നിലേക്ക് വരാതെ അവളെ കണ്ടാൽ എല്ലാം ഏറ്റുപറയുമെന്ന പേടിയോടെ അവൻ ഒളിച്ചു നടക്കാൻ തുടങ്ങി. നീ വന്നതിന് ശേഷം എല്ലാം മാറിയത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അവൻ ഞങ്ങളെ കാണാൻ രണ്ടുപേരുടെയും മുന്നിൽ വന്നു. മനസ്സ് തുറന്ന് കരയാൻ എന്ന് തോന്നുന്നുവോ അന്നേ അവൻ അമ്മയെ കാണാൻ വരൂ എന്നുറപ്പിച്ചുകൊണ്ടാണത്രേ അവൻ അവളിൽ നിന്ന് മാറിയുന്നത്. അന്ന് അവൻ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്നെ കരയാൻ പഠിപ്പിച്ചൊരു പെൺകുട്ടിയുണ്ട്, അവളെ ഞാൻ ജീവിതത്തിലേക്ക് കൂട്ടിക്കോട്ടെ എന്ന്. ആ നിമിഷം തന്നെ നിന്നെ ഞങ്ങൾ മരുമകളായി തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നീടാണ് വേദയുടെ അനിയത്തിയാണ് നീയെന്നും വിക്രമും വേദയും നിങ്ങളെ ഒരുമിപ്പിക്കാൻ നടക്കുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അത് സത്യമാണെന്ന് തോന്നിയപ്പോ ഞാൻ വീണ്ടും തെറ്റിലേക്ക് പോവുകയാണെന്ന് സംശയിച്ചു. പക്ഷെ അവസാനം ഒറ്റ രാത്രി കൊണ്ട് അവനിങ്ങനെ ചതിക്കൊന്നും ഞാൻ. പ്ലീസ് അച്ഛാ, അച്ഛൻ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല സത്യം. അച്ഛനൊന്ന് പറഞ്ഞില്ലേ വരുണിനെ കരയെ പഠിപ്പിച്ചത് ഞാനാണെന്ന്? അതവൻ പറഞ്ഞ മറ്റൊരാൾ ആരാണെന്ന് അറിയാമോ? വിക്രമേട്ടനായിരുന്നു. ഇതേ വാചകം വിക്രമേട്ടൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിക്രമേട്ടനെ ന്യായീകരിക്കോ രക്ഷിക്കോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. വരുണില്ലാതാവാൻ കാരണം വിക്രമേട്ടനാണെങ്കിൽ എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന ഒരു പരിഗണന പോലും ഞാൻ കൊടുക്കത്തില്ല. പക്ഷെ അതങ്ങനെയല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ വിശ്വസിക്കുന്നത് വരുണിന്റെ ആത്മാവിനോട് ചെയ്യുന്ന ചതിയാണെന്ന് അവൻ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്കും വരണം വേണ്ടി അച്ഛനൊരു കാര്യം ചെയ്യണം. വിക്രമേട്ടൻ അന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരാളെ കണ്ടുപിടിക്കണം. പുള്ളിക്കന് യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് അയാൾക്കേ അറിയൂ. പുള്ളിക്കന് വിക്രമേട്ടൻ തന്നെയാണെന്ന് പുള്ളിക്കന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ പിന്നെ എന്ത് വേണമെന്ന് അച്ഛൻ തീരുമാനിച്ചു. ഒരു തടസ്സം കൊണ്ട് ഞാൻ വരില്ല. വരുണിനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോ എനിക്ക് തോന്നിയിരുന്ന അതേ വിശ്വാസം വിക്രമേട്ടൻ അത് ചെയ്യില്ല എന്ന് വേദിച്ച് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു അതുപോലെ. എങ്ങനെയാ അച്ഛൻ അറിഞ്ഞത്? ഈ രാഷ്ട്രീയത്തില് എപ്പോഴും ഒരു കാര്യമുണ്ട്. ഏത് ഗ്രൂപ്പ് ആണെങ്കിലും എത്ര വലിയ സംഘടനയാണെങ്കിലും അതിനുള്ളിൽ ഒറ്റുകാരുണ്ടായിരിക്കും. നേതാവിന്റെ കൂട്ടത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക. അക്കൂട്ടത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമുള്ള, എന്നാൽ അതൊന്നും നേടിയെടുക്കാൻ പറ്റാത്ത, അതിന് തടസ്സം ആ നേതാവ് മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരാളുകൾ. അയാളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തി. ജോണി വാസവന്റെ കൂടെ എന്തിനും പോകുന്ന ഒരാൾ. വിശ്വസ്തൻ. അത്ര വിശ്വസ്തനാണെങ്കിൽ
നമുക്ക് തിരിച്ച് പണിയാവോ? അധികാരമോഹി നിരാശാഭരിതരുമായ വിശ്വസ്തന്മാരാണ് എല്ലാ കാലത്തും എല്ലാ അട്ടിമറികൾക്കും കൂട്ടുനിന്നിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് ഏറ്റവും വിശ്വസ്തനായ അനുയായിയോടാണ് സീസറിന് ചോദിക്കേണ്ടി വന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ജോണിയുമായി ഞാനൊരു ധാരണ ഉണ്ടാക്കിയിരുന്നു. കുറച്ചു പണം അഡ്വാൻസ് എന്ന പോലെ ഞാൻ അയാൾക്ക് നൽകുകയും വരുണിന്റെ കൊലപാതകയെ കണ്ടെത്താൻ വാസവൻ നടത്തുന്ന ശ്രമം അറിയണമെന്നായിരുന്നു എന്റെ ഉപദേശം. വിക്രമല്ല അതെന്ന് എങ്ങാനും അയാൾക്ക് തോന്നിയാലോ എന്ന സംശയം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ദീപ്തി അയാളെ ചെന്ന് കണ്ടു എന്ന കാര്യം ഞാൻ അറിഞ്ഞു. എന്നാലും അവളെ അതിനെ പ്രേരിപ്പിച്ചത് ആരായിരിക്കും? തനിയെ അങ്ങനെ ഒരു തോന്നൽ അവൾക്കുണ്ടാവോ? അത് നമ്മൾ കണ്ടെത്തണം. പക്ഷേ അവൾ ചെന്ന് പറഞ്ഞത് പുളിക്കന്റെ കാര്യമാണ്. പുളിക്കൻ എവിടെയാണെന്ന് കണ്ടെത്തിയാൽ വരുണിന്റെ കൊലപാതകയെ ആരാണെന്ന് അറിയാമെന്നും അതിനുശേഷം മാത്രം അത് വിക്രമല്ലെന്ന് വിശ്വസിച്ചാൽ മതിയെന്നുമായിരുന്നു അവളുടെ ആവശ്യം. അത് വാസവൻ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോ വാസവൻ അതിനുള്ള പുറപ്പാടാണെന്ന് വ്യക്തം. അതെ, അതിനു മുമ്പ് പുളിക്കനെ നമ്മുടെ കൈ കിട്ടണം. അയാള് ആ കാര്യം കഴിഞ്ഞപ്പോ തന്നെ ഇല്ലാതാക്കിയാൽ മതിയായിരുന്നു. നമ്മൾ നീട്ടിവെച്ചതാ പ്രശ്നമായത്. അത് ഇനിയും ചെയ്യാമല്ലോ. അതിന് അവൻ എവിടെയാണെന്ന് അറിയണ്ടേ? അതിനാണ് ജോണി. വാസവൻ പുളിക്കനെ കണ്ടെത്താൻ എന്ത് ദൗത്യം ഏർപ്പെടുത്തിയാലും അതിൽ ജോണി ഉണ്ടാകും. വാസവൻ പുളിക്കന്റെ അടുത്തെത്തും മുമ്പ് പുളിക്കൻ നമ്മുടെ കയ്യിലെത്തിയിരിക്കണം. ഞങ്ങള് മനസ്സിലായി, അതാ വിളിപ്പിച്ചത്. ഞാനാ വിളിച്ചത്. ഇങ്ങോട്ട് നീങ്ങിയേ. നിങ്ങൾ വിക്രമിന്റെ ഉറ്റ സുഹൃത്തുക്കളല്ലേ? നിങ്ങളുടെ സഹായമില്ലാതെ അവനിങ്ങനെ ഇരുട്ടത്തിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ ആദ്യം ഒളിച്ചിരുന്ന സ്ഥലം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. നിങ്ങളത് കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അവന്റെ പുറകെ സാറൊന്ന് പോയതല്ലേ, എന്നിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? അന്ന് അവന് വെടിയേറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ മുറിവും വെച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആരുടെയും സഹായം കിട്ടിയിരിക്കണം. അത് ഞങ്ങൾ ആരുമല്ല സാറേ, ഞങ്ങൾക്ക് അതേപറ്റി ഒരറിവില്ല. ശരി, അവനാണ് എന്റെ മകന്റെ മരണത്തിന് പിന്നിലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല സാറേ, സാറിന്റെ മകന്റെയും വേദയുടെ അനിയത്തി ദീപ്തിയുടെയും വിവാഹം നടത്തണമെന്ന് അവൻ കാര്യമായിട്ട് ആലോചിച്ചിരുന്നത്. ആ പുളിക്കിനെ കണ്ടെത്തിയാൽ എന്താണ് ശരിക്കും നടന്നതെന്ന് നമുക്ക് കണ്ടെത്താമായിരുന്നു. ഞങ്ങൾ അന്നേ പറഞ്ഞതാ. ഞങ്ങളും ശ്രീ സാറും കുറെ തിരയുകയും ചെയ്തതാ. അവൻ ഏത് പൊത്തിൽ വിളിച്ചാലും നമുക്ക് പുറത്ത് ചാടിക്കാം. പക്ഷെ അത് വിക്രത്തെ രക്ഷിക്കാനുള്ള കളി മാത്രമാവരുത്. ഇല്ല സാറേ, സത്യത്തിൽ സാറ് വരാൻ പറഞ്ഞു വിളിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് ഞങ്ങളൊരു വിവരം അറിഞ്ഞു. അതുകൂടി സാറിനോട് പറയാനാണ് ഞങ്ങൾ വന്നത്. പുളിക്കന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും കൂടി ഞങ്ങൾ ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കൊലക്കേസ് പ്രതിയുടെ ഫോട്ടോയാണിത്. കണ്ടുകിട്ടുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന ഫോട്ടോയും ഡീറ്റെയിൽസും. വരുണിന്റെ പേരും വിവരങ്ങളും ഉണ്ടായിരുന്നു? ഇല്ല സാറേ, അതൊന്നുമില്ല. ഇതാണ് മാൻ. വെറുതെ ഒന്ന് ചെയ്തു നോക്കിയതാ. അത് പല ഗ്രൂപ്പുകളിൽ നിന്നും പലർക്കും ഫോർവേഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു തവണ എനിക്ക് തന്നെ അയച്ചു കിട്ടി. അതെ സാറേ, പക്ഷെ ഇന്നലെ രാവിലെ അതിനൊരു ഫലം ഉണ്ടായിട്ടുണ്ട് സാറേ. നാഗർകോല ഭാഗത്തുനിന്ന് ഇന്നലെ ഒരാൾ വിളിച്ചിരുന്നു. പുളിക്കനെ പോലെ ഒരാള് അയാളുടെ കടയിൽ ഇന്നലെ വന്നു പോയിട്ടില്ല സാറേ. ഞങ്ങളിത് ശ്രീനി സാറിനോട് പറയാൻ നിൽക്കുമ്പോഴാണ് സാറ് വിളിപ്പിച്ചത്. എന്നാ ഇനി ശ്രീനിയോടത് പറയാൻ നിൽക്കണ്ട. അവനെ എനിക്ക് തന്നെ വേണം. നിങ്ങൾ ആദ്യം ഒന്ന് അന്വേഷിക്കുക. ജോണി ഒപ്പം വരും. അവനാണെന്ന് ഉറപ്പിച്ച ശേഷം എന്നോട് പറ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇല്ല സാറേ, അങ്ങനെ ചെയ്യാം. എന്നാൽ അധികം വൈകിക്കണ്ട. നാളെയോ മറ്റന്നാളോ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടേക്ക്. സറണ്ടർ ചെയ്യണം. പോയി കീഴടങ്ങ്. വേദയുണ്ടല്ലോ, അവൾ മുഖേന കോടതിയിൽ സറണ്ടർ ആവണം. ചിരിക്കുന്നുണ്ടല്ലേ ഇടിയ മണ്ടൂസ്? ഞാൻ എതിരിടുന്നത് എന്റെ തന്നെ ചോരയാണ് വിക്രം. ഉള്ളിൽ ഇങ്ങനെ ഒരാളായാണ് ജീവിക്കുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത എന്റെ തന്നെ ചോരയും